Hello everyone, welcome to IPM IAS Academy. KS classes IPM il start ചെയ്തു കഴിഞ്ഞു. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ് IPM il അവൈലബിൾ ആണ്. അതുപോലെ KS ആസ്പിറൻസിന് വളരെ അഫോർഡബിൾ റേറ്റിനാണ് IPM ഈ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. കേരള ജോഗ്രഫിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള റിവേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള റിവേഴ്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 4 റിവേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. മൈ നെയിം ഈസ് വിനായൻ VS. വൺസ് അഗൈൻ വെൽക്കം ടു IPM. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ മറ്റ് റിവേഴ്സിനെ പറ്റിയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻ ടേംസ് ഓഫ് ലെങ്ത് നമ്മൾ ചാലിയാർ പുഴ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മറ്റ് റിവേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത അതായത് ഒരു 5th ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ചാലക്കുടി റിവർ ആണ്, ചാലക്കുടി പുഴയാണ്. ചാലക്കുടി റിവർ ഫ്ലോസ് ത്രൂ ചാലക്കുടി ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. അപ്പോൾ ചാലക്കുടി എന്ന ടൗണിലൂടെ ഒഴുകുന്ന പുഴയാണ് ചാലക്കുടി പുഴ, അങ്ങനെയാണ് ആ പേര് ലഭിക്കുന്നത്. The river has a length of 145.5 kilometers and spread over the districts of Palakkad, Thrissur and Ernakulam. അപ്പോൾ 145.5 കിലോമീറ്റർ ആണ് എന്തിന്റെ നീളം എന്ന് പറയുന്നത്, ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത്. ഏതെല്ലാം ജില്ലകളിലൂടെ ഒഴുകുന്നു? പാലക്കാട്, തൃശൂർ, അതുപോലെ എറണാകുളം ജില്ലയിലൂടെ. അതായത് എറണാകുളമാണ് അതിന്റെ ഒരു ലാസ്റ്റ് ഫൈനലി empties into അറേബ്യൻ സീ. മറ്റു പുഴകളെ പോലെ തന്നെ അവസാനം അറബിക്കടലിൽ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഏത് ജില്ലയിലൂടെ ആണ് അവസാനം പതിക്കുന്നത്? എറണാകുളം ജില്ലയിലൂടെയാണ്. ഓക്കെ, ഇനി ഈ ചാലക്കുടി പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഏകദേശം ഒരു ലിങ്ക് വരുന്നത് ഇതിന്റെ ഉത്ഭവമാണ്, ഒറിജിൻ ആണ്. ഇറ്റ്സ് ഓൾസോ ഒറിജിൻ ഫ്രം ആനമലൈ ഇൻ തമിഴ്നാട്. നമ്മൾ ഭാരതപ്പുഴ അഥവാ നിളയെ പറ്റി പറഞ്ഞപ്പോഴും നമ്മുടെ ആനമലൈ ഹിൽസ്, തമിഴ്നാടിലെ ആനമലൈ ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പാലക്കാട് ഗ്യാപ്പ് വഴി പാലക്കാട് എൻ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെയും ചാലക്കുടി പുഴയും അതേ ഒറിജിൻ ആണ്, ആനമലൈ ഹിൽസിൽ നിന്നാണ്. എന്നിട്ട് പാലക്കാടോട്ട് എൻ്റർ ചെയ്യുന്നു, പിന്നെ തൃശ്ശൂര് എറണാകുളം വഴി ഒഴുകുന്നു. 5th ലോങ്സ്റ്റ് റിവർ ആണ് ഇൻ ടേംസ് ഓഫ് ലെങ്ത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ് എന്ത്? വൈന്തല. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓക്സ്ബോ ലേക്സ് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങൾ? നമ്മൾ റിവറിന്റെ ഒരു ഫ്ലോ പറയുമ്പോൾ റിവറിന്റെ കോഴ്സ് പറയുകയാണെങ്കിൽ 3 സ്റ്റേജസ് ആണ് റിവറിനുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് യൂത്ത് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, അതുപോലെ തന്നെ ഓൾഡ് സ്റ്റേജ്. ഓൾഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അവസാനം ഒരു ഡെൽറ്റയൊക്കെ രൂപീകരിച്ച് അത് കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ഒന്ന് പതിക്കുന്ന സ്റ്റേജ് ആണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതിലൊരു മിഡിൽ സ്റ്റേജ്, അതായത് നമ്മൾ മെച്യൂർ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോൾ റിവർ ഒന്ന് മിയാൻഡറിങ് ചെയ്യുന്നു. മിയാൻഡറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് സിക്സാക് മാനർ ഇങ്ങനെ വളഞ്ഞ് ഒഴുകാൻ ശ്രമിക്കുന്നു. അങ്ങനെ വളഞ്ഞു ഒഴുകുമ്പോൾ ഡെപ്പോസിഷൻസ് ഒക്കെ വന്ന് ഒരു ഓക്സ്ബോ, ഒരു കാളയുടെ കൊമ്പിന്റെ രൂപത്തിൽ അതായത് രൂപം കൊള്ളുന്ന കാണപ്പെടുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ ജോഗ്രഫിക്കൽ ഫീച്ചർ അസോസിയേറ്റഡ് വിത്ത് റിവർ ഇറോഷൻ അല്ലെങ്കിൽ റിവർ ഫ്ലോയുമായി ബന്ധപ്പെട്ട് റിവർ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് എന്ത്? ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചാലക്കുടി പുഴയിൽ അങ്ങനെ ഒരു ഓക്സ്ബോ ലേക്ക് രൂപം കൊള്ളുന്നുണ്ട്. അത് എവിടാണ്? വൈന്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ചാലക്കുടി പുഴയെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം ജൈവ വൈവിധ്യമുള്ള ബയോഡൈവേഴ്സിറ്റി കൂടുതലായി കാണപ്പെടുന്ന ഒരു റിവർ ആണ്. അതുപോലെ തന്നെ ധാരാളം ഫിഷ് റിസോഴ്സും അതായത് ഫിഷറീസ് കൂടുതലുമുള്ള ഒരു റിവറുമാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അത്ര ഒരു സമൃദ്ധിയുണ്ട്. അതായത് ജൈവ വൈവിധ്യപരമായും മത്സ്യസമ്പത്തിലും ഒക്കെ വളരെ സമ്പുഷ്ടമായി നിൽക്കുന്ന ഒരു നദിയാണ് ചാലക്കുടി പുഴ. ദ റിവർ ദെൻ ജോയിൻസ് പെരിയാർ റിവർ നിയർ എറണാകുളം. അപ്പൊ എറണാകുളത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എറണാകുളത്ത് എത്തിയിട്ട് ചാലക്കുടി പുഴ ആരുമായി മേർജ് ചെയ്യുന്നു? പെരിയാർ റിവറുമായി കൂടിച്ചേരുന്നു. ആൻഡ് ഫൈനലി empties into അറേബ്യൻ സീ. ദിസ് റിവർ ഈസ് ഫേമസ് ഫോർ 2 വാട്ടർഫോൾസ്. കേരളത്തിൽ പ്രധാനപ്പെട്ട 2 വെള്ളച്ചാട്ടങ്ങളായ ആതിരപ്പള്ളി ഫോൾസ്, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അല്ലെ, കേരളത്തിലെ നയാഗ്ര എന്നൊക്കെ വിളിക്കുന്ന വെള്ളച്ചാട്ടമാണ് അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. അപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ വാഴച്ചാൽ, ആതിരപ്പള്ളിയോട് അടുത്ത് തന്നെ കാണപ്പെടുന്നതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. അപ്പൊ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടവും ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദ റിവർ ഈസ് ഫേമസ് ഫോർ 2 വാട്ടർഫോൾസ്. ഇനി അതുപോലെ തന്നെ ധാരാളം അണക്കെട്ടുകളും അതായത് ജലവൈദ്യുതി പദ്ധതികളും ചാലക്കുടി പുഴയിലുണ്ട്. ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള 2 ജലവൈദ്യുതി
വൈദ്യുതി പദ്ധതികളും ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ഇലക്ട്രിക് പ്രോജക്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതുപോലെ തന്നെ 7ഓളം ഡാമുകൾ ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്നുണ്ട്. അത്രത്തോളം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ജൈവ വൈവിധ്യമായാലും അതുപോലെ തന്നെ ഡാമുകളുടെ കാര്യത്തിലൊന്നും ഒട്ടും പുറകോട്ടല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന ഒരു റിവറാണ് ചാലക്കുടി റിവർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് റിവർ, കടലുണ്ടി റിവർ, കടലുണ്ടി പുഴ. കടലുണ്ടി റിവർ ഒറിജിനേറ്റ്സ് ഫ്രം വെസ്റ്റേൺ ഗട്ട്സ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ചേരക്കൊമ്പൻ ഹിൽസ് അറ്റ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് അതായത് പശ്ചിമഘട്ടത്തിലെ ചേരക്കൊമ്പൻ ഹിൽസ് എന്ന് പറയുന്ന കുന്നുകളിൽ നിന്നാണ് കടലുണ്ടി പുഴ ഉത്ഭവം എന്ന് പറയുന്നത്. ഇത് ബോർഡർ ഓഫ് സൈലന്റ് വാലി ആൻഡ് ഫ്ലോസ് ത്രൂ ദി ഡിസ്ട്രിക്ട് ഓഫ് മലപ്പുറം. അപ്പൊ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിലെ ബോർഡർ ചെയ്ത് അതിനെ ഒരു അതിർത്തിയോടുകൂടിയാണ് കടലുണ്ടി പുഴയുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. എന്നിട്ട് എങ്ങോട്ട് എൻട്രി ചെയ്യുന്നു, എങ്ങോട്ട് കയറുന്നു? മലപ്പുറം ജില്ലയിലോട്ടാണ് അതിന്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത്. It has two main tributaries, namely ഒളിപ്പുഴ ആൻഡ് വെളിയാർ. വെളിയാറും ഒളിപ്പുഴ എന്ന് പറയുന്ന രണ്ട് നദികൾ കടലുണ്ടി പുഴയുടെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളാണ്. കടലുണ്ടി റിവർ that serves as a borderline between കോഴിക്കോട് ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്ട്സ്. അപ്പൊ രണ്ട് ജില്ലകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴയും കൂടിയാണ് കടലുണ്ടി പുഴ എന്ന് പറയുന്നത്. ഏതെല്ലാം ജില്ലകളാണ്? കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും. കോഴിക്കോട് ജില്ലയ്ക്കും മലപ്പുറം ജില്ലയ്ക്കും ബോർഡർ അല്ലെങ്കിൽ അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കടലുണ്ടി പുഴയാണ്. ഇനി ഇതിന്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 130 കിലോമീറ്റേഴ്സ് ആണ് കടലുണ്ടി പുഴയുടെ ലെങ്ത്. ഇത്രയാണ് 130 കിലോമീറ്റർ ആണ് കടലുണ്ടി പുഴയുടെ നീളം. ഇനി ഇതിന്റെ ഏരിയ, ഡ്രെയിനേജ് ഏരിയ 1099 സ്ക്വയർ കിലോമീറ്റർ ആണ്. 1099 ചതുരശ്ര കിലോമീറ്റർ ആണ് കടലുണ്ടി പുഴയുടെ വിസ്തൃതി അല്ലെങ്കിൽ വാട്ടർ ഷെഡ് എന്നൊക്കെ പറയുന്നത്. And finally, കടലുണ്ടി പുഴ merges into Arabian Sea at കടലുണ്ടി എസ്റ്റുറി. എസ്റ്റുറി മറ്റൊരു ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ്. എസ്റ്റുറീസ് എന്ന് പറയും, പൊഴി എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു നദി മറ്റൊരു ജലാശയം, അതായത് ഇപ്പൊ കായലിലോ അല്ലെങ്കിൽ കടലിലോ ഒക്കെ വന്ന് ചേരുന്ന സ്ഥലത്ത് ധാരാളം ഡെപ്പോസിഷൻസ് വന്ന് ചേരുന്ന അല്ലെങ്കിൽ ഡെപ്പോസിഷൻസ് കൊണ്ടിട്ട് അവിടെ രൂപം കൊള്ളുന്ന ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. കടലുണ്ടി എസ്റ്റുറി വഴിയാണ് ഇത് എവിടെ ചേരുന്നത്? അറബിക്കടലിൽ ചേരുന്നത്. ഇനി മറ്റ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കടലുണ്ടി പുഴയുടെ തീരത്ത് കാണപ്പെടുന്ന പ്ലേസസ് ആണ് കടലുണ്ടി ബേർഡ് സാഞ്ചുറി. കടലുണ്ടി ബേർഡ് സാഞ്ചുറി അതായത് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡന്റ്, ഹിസ്റ്റോറിക്കലി നടന്നൊരു ഇൻസിഡന്റ് ആണ് 2001 നടന്നിട്ടുള്ള ഒരു ട്രെയിൻ ആക്സിഡന്റ് ആണ്. കടലുണ്ടി ട്രെയിൻ അപകടം. അപ്പൊ അത് കടലുണ്ടി ബ്രിഡ്ജിലാണ് നടന്നത്. ഇത് 140 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു പാലമാണ്. അത് അവിടെ വെച്ചിട്ട് കടലുണ്ടി ട്രെയിൻ അപകടം, തീവണ്ടി അപകടമൊക്കെ നടന്നിട്ടുണ്ട്. അതും കടലുണ്ടി പുഴയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കടലുണ്ടി പുഴയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇത് എവിടെ ഉത്ഭവിക്കുന്നു? ചേരക്കൊമ്പൻ ഹിൽസ് എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തിലെ കുന്നുകളിൽ ഉത്ഭവിക്കുന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കടലുണ്ടി പുഴ. 130 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ഏരിയ 1099 സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്ററുമാണ് അതിന്റെ വിസ്തൃതി, ഏരിയ എന്ന് പറയുന്നത്. പിന്നെ കടലുണ്ടി ബേർഡ് സാഞ്ചുറി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കടലുണ്ടി പുഴയുടെ തീരത്താണ്. നെക്സ്റ്റ് റിവർ അച്ചൻകോവിൽ റിവർ. അച്ചൻകോവിൽ പുഴ. അച്ചൻകോവിൽ റിവർ ഈസ് ഫോംഡ് ടുവേർഡ്സ് സദേൺ ടിപ്പ് ഓഫ് പെനിൻസുല. പെനിൻസുല എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന്റെ ഈ ഒരു താഴെ ഭാഗത്തോട്ട്, തെക്കൻ ഭാഗത്തോട്ട് വരുന്ന ഭാഗത്താണ് അച്ചൻകോവിൽ റിവറിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ലെങ്ത് 128 കിലോമീറ്റർ ആണ്. 128 കിലോമീറ്റർ ആണ് അച്ചൻകോവിൽ പുഴയുടെ ദൂരം എന്ന് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത്. ദിസ് റിവർ എൻറിച്ചസ് ദി പത്തനംതിട്ട ഡിസ്ട്രിക്ട്സ്. അപ്പൊ ഏത് ജില്ലയിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ജില്ലയാണ് കൂടുതലായി അച്ചൻകോവിൽ പുഴ പരിപോഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയാണ് അച്ചൻകോവിൽ പുഴ കൂടുതൽ ഒഴുകുന്നത്. ഈ ജോയിൻസ് വിത്ത് പമ്പ റിവർ അറ്റ് വിയപുരം ഇൻ ആലപ്പുഴ. ആലപ്പുഴയിലെ വിയപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഏത് റിവറുമായിട്ട് മേർജ് ചെയ്യുന്നു? പമ്പ റിവറുമായിട്ട് മേർജ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ് കേരളത്തിലെ നദികൾ അറബിക്കടലിലാണ് അവസാനം വന്ന് പതിക്കുന്നതെങ്കിലും അതിനു മുമ്പ് കായലുകളിലോ മറ്റ് നദി അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലോ ഒക്കെ വന്ന് ചേരാറുണ്ട്. അച്ചൻകോവിലും ഇവിടെ പമ്പ റിവറിൽ ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അച്ചൻകോവിൽ ഡാം ഈസ് ബിൽഡ് ഓവർ ദിസ് റിവർ. അച്ചൻകോവിൽ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഈ പുഴയില്. അച്ചൻകോവിൽ റിവർ ഈസ് ഫോംഡ് വെൻ റിവേഴ്സ് ലൈക്ക് ഋഷിമല, പശുക്കിടാമേട്, രാമക്കൽ ടെറി റിവേഴ്സ് മീറ്റ്. അപ്പോൾ ഇതിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ്, അതായത് മറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പോഷക നദികൾ ഏതൊക്കെയാണ്? ഋഷിമല, പശുക്കിടാമേട്, അതുപോലെ തന്നെ രാമക്കൽ തെറി എന്ന് പറയുന്ന റിവേഴ്സ് അച്ചൻകോവിൽ ആറിൽ വന്ന് ചേരുന്നുണ്ട്.
സം മേജർ ടൗൺസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിസ് റിവർ ഇൻക്ലൂഡ് പന്തളം, മാവേലിക്കര, പടനിലം, പുനലൂർ, പത്തനാപുരം. അങ്ങനെ പത്തനംതിട്ട, കൊല്ലം ജില്ലയിലേക്ക് കുറെ താലൂക്കുകളും കുറെ പ്രധാന പട്ടണങ്ങളും ഒക്കെ അച്ചൻകോവിൽ റിവറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് അച്ചൻകോവിൽ റിവറിനെ പറ്റി. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് റിവർ, കല്ലട റിവർ. കല്ലട റിവർ ഫ്ലോസ് ത്രൂ കൊല്ലം ഡിസ്ട്രിക്ട്. ദിസ് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം കരിമല. അപ്പോൾ വീണ്ടും പശ്ചിമഘട്ടത്തിലെ കരിമല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്? കല്ലട റിവർ ഉത്ഭവിക്കുന്നത്. ദിസ് റിവർ വിച്ച് ഹാസ് എ ലെങ്ത് ഓഫ് 121 കിലോമീറ്റർ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഒരു ലെങ്തിന്റെ ഓർഡറിലാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലോങ്സ്റ്റ് റിവർ ആയിട്ട് വരുന്നത് കല്ലടയാണ്. 121 കിലോമീറ്റർ ആണ് കല്ലടയുടെ ദൂരം. ആൻഡ് ഫ്ലോസ് ത്രൂ ദ പ്ലേസസ് ലൈക്ക് എഗെയിൻ പത്തനാപുരം, കുന്നത്തൂർ, കൊട്ടാരക്കര ആൻഡ് കൊല്ലം ടൗൺസ്. അപ്പൊ ഈ ഒരു സ്ഥലങ്ങളിലൂടെ എല്ലാമാണ് കല്ലട റിവർ ഒഴുകുന്നത്. ദിസ് റിവർ ഫ്ലോസ് ഇൻ ടു അഷ്ടമുടിക്കായൽ. നോക്കൂ, അപ്പൊ നമ്മൾ നേരത്തെ റിവേഴ്സിൽ വന്ന് ചേരുന്നതിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ വേമ്പനാട് കായലിൽ ചേരുന്ന നദികളെയും നമ്മൾ കണ്ടതാണ്. ഇവിടെ കല്ലട റിവർ ഏത് കായലിലാണ് വന്ന് ചേരുന്നത്? ഏത് ലേക്കിലാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലായ അഷ്ടമുടി കായലിലും കേരളത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ലേക്കുമാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഓക്കെ, അഷ്ടമുടി കായലിലാണ് കല്ലട റിവർ വന്ന് ചേരുന്നത് എന്ന് ഓർക്കുക. ഇനി നമുക്ക് കല്ലട റിവറിന്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ ട്രിബ്യൂട്ടറീസ് ഓഫ് കല്ലട റിവർ ആർ കുളത്തുപുഴ, ചെന്തുരുണിപ്പുഴ ആൻഡ് കൽത്തുരുത്തിപ്പുഴ. അപ്പോൾ കല്ലട റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? കുളത്തുപുഴ, ചെന്തുരുണിപ്പുഴ, അതുപോലെ തന്നെ കൽത്തുരുത്തിപ്പുഴ. There is a famous പുനലൂർ ബ്രിഡ്ജ്. നമുക്കറിയാം അല്ലെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പുരാതന നിർമ്മിതിയാണ് പുനലൂർ തൂക്കുപാലം. ഈ പുനലൂർ തൂക്കുപാലം ഏത് നദിയുടെ കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കല്ലട റിവർ ആണ്. എന്നാണ് പുനലൂർ ബ്രിഡ്ജ് നിർമ്മിച്ചത്? 1877 കേട്ടോ. 1877 പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ കൺസ്ട്രക്ഷൻ ഇൻ കേരളയാണ് പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ അത് ഏത് നദിയിലാണ്? കല്ലട റിവറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് പാലരുവി വാട്ടർഫോൾസ്. ഈ പാലരുവി വാട്ടർഫോൾസും കല്ലട റിവറിലാണ് കാണപ്പെടുന്നത്. ഇത്രയുമൊക്കെയാണ് കല്ലട റിവറുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്. Now next river, വളപട്ടണം റിവർ. അടുത്ത റിവർ ഏതാണ്? വളപട്ടണം റിവർ. വളപട്ടണം റിവർ is the largest river in കണ്ണൂർ ഡിസ്ട്രിക്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളപട്ടണം റിവർ ആണ്. And this river originates from again Western Ghats and flows into Arabian Sea. സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. A wood factory called as Western India Plywoods located near the river was the largest wood industry in India. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടി അല്ലെങ്കിൽ നമ്മുടെ തടി നമ്മൾ ഫർണിച്ചർ എടുക്കുന്ന തടിയുടെ ഇൻഡസ്ട്രി, ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ വളപട്ടണം റിവറിന്റെ തീരത്താണ്. എന്താണ് അതിന്റെ പേര്? വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ്. അപ്പൊ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് വാസ് ഓൾസോ ദ ബിഗ്ഗസ്റ്റ് പ്ലൈവുഡ് ഫാക്ടറി ഇൻ ഏഷ്യ. ഇത് തുടങ്ങിയ കാലത്ത് ഏറ്റവും വലിയ പ്ലൈവുഡ് ഫാക്ടറി, ഏഷ്യയിലെയും ഇന്ത്യയിലെയും എല്ലാം ലാർജസ്റ്റ് വുഡ് ഫാക്ടറി, പ്ലൈവുഡ് ഫാക്ടറി ഒക്കെ സ്ഥിതി ചെയ്തിരുന്നത് ഈ വളപട്ടണം റിവറിന്റെ തീരത്താണ്. എന്താണ് അതിന്റെ പേര്? വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ്. അപ്പൊ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി എവിടാണ് സ്ഥിതി ചെയ്തത്? വളപട്ടണം റിവറിന്റെ തീരത്താണ്. ആൻഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിസ് റിവർ ലൈസ് ദ വളപട്ടണം ടൗൺ. വളപട്ടണം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൗൺ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം റിവറിന്റെ തീരത്താണ്. ആൻഡ് ഫേമസ് പിൽഗ്രിം സെന്റർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ. അപ്പൊ കേരളത്തിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം റിവറിന്റെ തീരത്താണ്. ആൻഡ് ഫൈനലി പഴശ്ശി ഡാം ഈസ് ബിൽഡ് ഓൺ ദിസ് റിവർ. മറ്റൊരു ഫാക്ട്, പഴശ്ശി ഡാം കേരളത്തിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാമാണ്, ഒരു അണക്കെട്ടാണ് പഴശ്ശി ഡാം. പഴശ്ശി ഡാം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം റിവറിന്റെ തീരത്താണ്. സോ ഇതെല്ലാമാണ് വളപട്ടണം റിവറുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ റിവറാണ് വളപട്ടണം റിവർ. പിന്നെ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് സ്ഥിതി ചെയ്യുന്ന റിവർ ഏതാണ്? വളപട്ടണം റിവറാണ്. പിന്നെ പഴശ്ശി ഡാം, പറശ്ശിനിക്കടവ് ടെമ്പിൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം റിവറിലാണ്. ഓക്കെ, സോ ഇത്രയുമാണ് വളപട്ടണം റിവറിനെ പറ്റിയുള്ളത്. സോ അപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 41 റിവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട റിവേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിട്ട്. ആദ്യത്തെ പാർട്ടിൽ കേരളത്തിലെ ഫസ്റ്റ് 4 ലോങ്സ്റ്റ് റിവേഴ്സ് ഡിസ്കസ് ചെയ്യുകയും ഈ ഒരു വീഡിയോയിൽ നമ്മൾ മറ്റ് റിവേഴ്സിനെ പറ്റിയും അതിന്റെ ബേസിക് ഫാക്ട്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രയുമാണ് കേരളത്തിലെ നദികളെ പറ്റിയുള്ള കുറേ സവിശേഷതകൾ.